പിന്നെ നമ്മളിന്ന് ബീച്ചിലോട്ട് പോവുകയാണേ, ഹുദ്രിയാത്ത് ബീച്ചിലോട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബീച്ചിലോട്ട് പോകുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് വേദൂട്ടനെ വെള്ളത്തിലിറക്കുക എന്നുള്ളതാണ്. ഇതിന് മുന്നേ ഞങ്ങൾ ഒത്തിരി പ്രാവശ്യം ഇവനെ ബീച്ചിലോട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും ഇതുവരെ വെള്ളത്തിലിറക്കി കളിപ്പിച്ചിട്ടില്ല ഒത്തിരി. ഇവനാണെങ്കിൽ അതുകൊണ്ട് ഭയങ്കര കഥയായിരുന്നു. ഞാൻ വെള്ളത്തിൽ കുളിക്കാൻ പോവാണ്, കളിക്കാൻ പോവാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതിനുവേണ്ടി ഞങ്ങളൊരു സ്വിമ്മിങ് ട്യൂബൊക്കെ വേദൂട്ടന് വേണ്ടിയിട്ട് മേടിച്ചായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ ചെന്ന് പായൊക്കെ വിരിച്ച് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അവിടെ ഇട്ടിട്ട് വേദൂട്ടനെയും പോയിക്കൊണ്ട് വെള്ളത്തിലിറക്കാൻ പോവുകയാണ്. പക്ഷേ എന്തായിരുന്നു, ഇവൻ്റെ കാലങ്ങോട്ട് വെച്ചപ്പോഴത്തേക്കും നോക്കുമ്പോൾ ഭയങ്കര തണുപ്പായിരുന്നു ബീച്ചിൽ. വേദൂട്ടനൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. തണുപ്പാണെങ്കിലും അവൻ വെള്ളം കണ്ടപ്പോഴത്തേക്ക് കളിക്കാനുള്ള ഭയങ്കര ഇഷ്ടത്തിൽ നിൽക്കുമായിരുന്നു. അങ്ങനെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കൈയിട്ടടിക്കുകയൊക്കെ ചെയ്തു. ഒരു കുഴപ്പമില്ലാതെ ആൾ നിന്ന് കേട്ടോ. പിന്നെ ഞങ്ങൾ ട്യൂബൊക്കെ എടുത്ത് അതിൻ്റെ അകത്ത് വേദൂട്ടനെ കയറ്റി അങ്ങനെ ഇരുന്ന അയാൾക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ കുറച്ച് ആഴത്തിലോട്ടൊക്കെ ഞങ്ങൾ കൊണ്ടുപോയി. അവൻ രസമായിരുന്നു. ഞാൻ പിന്നെ നോക്കുമ്പോഴത്തേക്കൊക്കെ ഉണ്ടല്ലോ കാലൊക്കെ ഇട്ടടിക്കുന്നുണ്ടായിരുന്നു, കാലൊക്കെ ഇട്ടിട്ട് വെച്ച് കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനിങ്ങനെ ബീച്ചിൻ്റെ അകത്തുനിന്ന് നോക്കിയപ്പോഴത്തേക്ക് എനിക്കൊരു കല്ലൊക്കെ കിട്ടി കേട്ടോ. ബീച്ചിൽ നിന്ന് നല്ല രസമായിരുന്നു അത് കാണാൻ. ഇവൻ്റെ തണുപ്പ് പറഞ്ഞാൽ ഞങ്ങൾ മേളിൽ കയറ്റിയിട്ട് കുറച്ച് നേരം മണ്ണിലൊക്കെ പൊതിഞ്ഞിരുത്തി. ഇവിടുത്തെ മണ്ണ് കാണാൻ നമ്മുടെ പരിഞ്ഞിലിൻ്റെ മുട്ട പോലുണ്ട്. പിന്നെ വേദൂട്ടനെ കുളിപ്പിച്ച് ഞങ്ങൾ മേളിൽ ഇരുത്തിയിട്ട് ഞങ്ങൾ രണ്ടുപേരും പോയി കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച് കേട്ടോ. അവനാണെങ്കിൽ തണുപ്പ് കാരണം ഒത്തിരി നേരം ഞങ്ങൾ വെള്ളത്തിലിട്ടില്ല. ആദ്യമായിട്ടല്ലേ എത്ര നേരം വെള്ളത്തിലൊക്കെ കിടക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ച്. അപ്പോഴാണ് നമ്മുടെ കടൽക്കാക്കകളെ കാണുന്നത്. കടൽക്കാക്കകളാണെന്ന് തോന്നുന്നു. കുറേ പേര് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിന് ഇഷ്ടം പോലെ ഇങ്ങനെ പറന്ന് വരാൻ കാണുന്നത് നല്ല രസമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ യു എയിലെ ഹുദ്രിയാത്തിലെ കാഴ്ചകൾ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പിന്നെ